ചേട്ടാ കൂടി പിടിച്ചല്ലോ മാത്രം ഡെഡ്ബോഡി പെട്ടിക്കകത്ത് വെച്ചതിന് ശേഷമായിട്ട് അന്ത്യചുമതം ചെയ്യുവാനുള്ള സാവകാശം ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർക്ക് അതിനുള്ള സാവകാശം ഉണ്ടായിരിക്കുന്നത്. എന്റെ ദേശം പ്രിയജനമേ
സ്വർഗസിയോ ചെന്നു ചേരും സ്വർഗസിയോ
പക്ഷെ അവര് നെറ്റുകാരെന്ത് നെറ്റുകാര് അവരെന്താ അവർക്ക് അറിയത്തില്ല അറിയത്തില്ല അവരിവിടെ ഉള്ള സ്പീഡിൽ നടന്നോ സാറേ ആകയാൽ നേരം മാത്രം എന്റെ യാത്ര യേശു
കർത്താവേ, നന്ദിയോടെ സ്തോത്രം. കരുണാസമ്പന്നനായ ദൈവമേ, പരിശുദ്ധനായ നല്ല പിതാവേ, അനുഗ്രഹീതമാകുന്ന സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ കർത്താവെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒന്നിച്ച ദൈവമേ നിന്റെ പാദപീഠത്തിലേക്ക് കിടന്നു വരികയാണ് കർത്താവെ. പ്രിയപ്പെട്ട അമ്മാമ്മയുടെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് സംസ്കാര ശുശ്രൂഷയ്ക്കായി കർത്താവ് ഞങ്ങൾ സമിറ്റിലായിരിക്കുന്നല്ലോ. സ്വർഗത്തിലെ ദൈവം നിന്റെ സാന്നിധ്യം ഇത്രത്തോളം കർത്താവ് കൂടെ ഇരുന്ന് സഹായിച്ച നിന്റെ മഹാകരുണയ്ക്കായിട്ട് ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്ന കർത്താവെ. ഉയർപ്പിന്റെ സുപ്രഭാതത്തിൽ കർത്താവെ പ്രിയപ്പെട്ട അമ്മാമ്മയെ മുഖാമുഖമായിട്ട് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താവുന്ന ആ വലിയ പ്രത്യാശ കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നവർക്ക് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെല്ലാം കർത്താവിന്റെ നാമത്തിന് മുഖത്തിനായിട്ട് തീരുവണ്ടാക്കുന്ന ദൈവം സഹായിക്കണമേ. അതിനായിട്ട് ഞങ്ങളുടെ ദാസന്മാരെ കർത്താവ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ കഴിഞ്ഞ ശേഷം സെമിത്തേരിയിൽ വരുവാനും ശുശ്രൂഷ ആരംഭിക്കാനും ദൈവം നമുക്ക് അവസരം തന്നു. ഇവിടെ വെച്ചുള്ള ശുശ്രൂഷയിൽ കർത്തദാസന്മാരെ പറയുന്ന വേദഭാഗങ്ങൾ 5, 6, 7 വാക്യങ്ങൾ വീതം വായിച്ചാൽ ശുശ്രൂഷയിൽ പലർക്ക് സഹകരിക്കാൻ കഴിയും. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വേദഭാഗം 28-ാം വാക്യം വായിച്ചു കഴിഞ്ഞാൽ പിന്നീട് വായിക്കേണ്ടത് പ്രത്യേക കാര്യം ശ്രദ്ധിച്ചിരിക്കണം. 15 ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങൾ ചില പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളെന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങളിൽ നിങ്ങളുടെ പാപങ്ങൾ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും നരിഷ്ടന്മാരത്രേ. എന്നാൽ ക്രിസ്തു ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദമിലെല്ലാവരും മരിക്കുന്നതുപോലെ ക്രിസ്തുവിലെല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താൻ താന്റെ നിലയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം. അന്നവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെ അവര് കൽക്കീഴാക്കിയിരിക്കുന്നുണ്ടല്ലോ. സകലം അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ അത്രയെന്ന് സ്പഷ്ടം. എന്നാൽ അവനെ സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് മുദ്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവനെ കീഴ്പ്പെട്ടിരിക്കും. പക്ഷേ ഒരുവൻ മരിച്ചവൻ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും. മൂഢാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയും മറ്റു വല്ലതിന്റെയും വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും വണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരവുമുണ്ട്. മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിക്കുന്ന ആത്മാവായി, എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യനായ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിക്കുന്ന പോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്തെ അവകാശമാക്കിയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തെങ്കിൽ പെട്ടെന്ന് കണ്ണുമയ്ക്കുന്നിടയിൽ
നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഒരുക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ള ദ്രുത്വത്തെയും ഈ മർത്യമായ മർത്തത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ള ദ്രുത്വത്തെയും ഈ മർത്യമായ മർത്തത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന വചനത്തിൽ നിവർത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും ഒലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവ് വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ പേരിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കും. 2 കൊരിന്ത്യർ 5-ന്റെ 1 മുതൽ. ഉദാരമായ ഞങ്ങളുടെ ഭവനം ഒഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിലുണ്ടെന്നറിയുന്നു. ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിക്കുവാൻ വാഞ്ചിക്കുന്നു. ഉരിയുവാനല്ല, മർത്യമായൊരു ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുക്കുവാൻ ഇച്ഛിക്കുകയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിക്കുവാൻ അധികം ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. നമ്മുടെ ഏറ്റവും പ്രത്യാശാജനകമായ ധന്യനായ പൗലോസ്ലീഹ തെസ്സലോനിക്കയിലെ 1-ാം ലേഖനം 4-ാം അധ്യായം 13 വരെ മുതലുള്ള വേദഭാഗങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാത്തവരായിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.